ഹായ്, എല്ലാവർക്കും സൂര്യാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഒരു 7:45 സമയമാണ് കേട്ടോ ഇപ്പോൾ രാവിലത്തെ പലഹാരപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള കിഴങ്ങ് പൊരിക്കുകയാണ് കേട്ടോ, സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ചോറായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം സ്കൂൾ തിരക്ക്, അംഗനവാടി തിരക്ക് അങ്ങനെയാണ് കേട്ടോ. ഒരു 10 മണി വരെയൊക്കെ ഇറ്റും പാച്ചും ബ്രഷ് ചെയ്യണം കേട്ടോ. പാച്ചുവിന് ബ്രഷ് ചെയ്യാൻ പാച്ചു ആക്കില്ല കേട്ടോ, അവൻ ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പോൾ അവർ രണ്ടാൾ വർത്താനം പറഞ്ഞ് അവരുടെ ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞ് വന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് ഇച്ചു സ്കൂളിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പം ബസ് വരുന്ന സൗണ്ട് കിട്ടണേ, ഒന്നാമത് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബസ് വരുന്ന സൗണ്ട് കേട്ടിട്ട് ഓടിയതാട്ടോ. അങ്ങനെ ഇതാ അംഗൻവാടിക്ക് പോകേണ്ടവർ റെഡി ആയിട്ടുണ്ട്. അവർ അംഗൻവാടിക്ക് പോകാം കേട്ടോ. അവർ കുറേ കളിച്ച് ചിരിച്ച് ഇതുപോലെയൊക്കെയാണ് പോകുക. അവിടെ എത്തുമ്പോഴേക്കും സമയം വൈകും, മിനിമം 10:30 ആവും. അങ്ങനെ അംഗനവാടിക്ക് എത്തിയിട്ടുണ്ട്. അവരവരുടെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ ഉള്ള ഒരു സന്തോഷമാണ് കേട്ടോ പാച്ചുവിന്. പാച്ചു ഇപ്പോൾ 2 ദിവസമായിട്ട് അംഗൻവാടിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇരിക്കും, ഒരു 12 മണി വരെയൊക്കെ ഇരിക്കും. പക്ഷെ ഇന്ന് ആൾ കുറച്ച് നേരം ഇരുന്നുള്ളൂ കേട്ടോ. ഞാൻ വീട്ടിൽ വന്ന് അലക്കൽ കഴിഞ്ഞപ്പോഴേക്കും ആൾ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴാണ് തണ്ണിമത്തൻ ഉണ്ടായിരുന്നു അവിടെ. അവന് തണ്ണിമത്തൻ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആൾക്ക് അത് കിട്ടിയപ്പോൾ ആൾക്ക് സമാധാനം. പിന്നെ ആളതും കൊണ്ട് ഇരുന്നു കേട്ടോ, അത് കഴിച്ച് അങ്ങനെ ഇരുന്നു. ആൾക്ക് തണ്ണിമത്തനൊക്കെ കൊടുത്ത് ഞാൻ എൻ്റെ അടുക്കള പണി തുടങ്ങി കേട്ടോ. കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് കുക്കറിൽ പെട്ടെന്ന് കറി അവൻ വാശി പിടിക്കുന്നതുകൊണ്ട് കുക്കറിലാട്ടോ ഞാൻ കറി എല്ലാം അടുപ്പത്ത് വെച്ചിട്ട് അവരെ കൊണ്ടുപോയി ഉറക്കി അവനൊക്കെ ശരിയാക്കിയതിന് ശേഷം ഞാൻ വീണ്ടും അടുക്കളയിൽ വന്നിട്ട് കറിക്കുള്ളതൊക്കെ ശരിയാക്കി കേട്ടോ. തേങ്ങ അരച്ചൊഴിച്ചു ഒക്കെ ചെയ്തത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പേരി വയ്ക്കുകയാണ്. ക്യാബേജ് ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ക്യാബേജ് ഉപ്പേരി വെച്ചു. പിന്നെ പപ്പടം കാച്ചി വെച്ചു. അല്ലെങ്കിൽ അവൻ വന്നു കഴിഞ്ഞാൽ ഒന്നിനും ആക്കില്ല, അവൻ എണീറ്റ് കഴിഞ്ഞാൽ ഒന്നിനും ആക്കില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഏടത്തിയമ്മ ഉണ്ട്. ഏടത്തിയമ്മ അവിടെ ഉള്ളിൽ അടിച്ച് ഒരു തുടയ്ക്കുക അങ്ങനെയുള്ള പണികളാട്ടോ. അതുകൊണ്ടാണ് ഏടത്തിയമ്മനെ കാണാത്തത്. ഇന്നത്തെ അടുക്കളയിലുള്ള വർക്ക് എനിക്കാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഞങ്ങളുടെ ഉപ്പേരി ആയിട്ടുണ്ട്. പിന്നെ ഉച്ചത്തെ കുറച്ച് നേരത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 3 മണിയായപ്പോഴേക്കും വിവ മോള് വന്നു, അവൾക്കും തണ്ണിമത്തൻ കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ.